സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഈ രാത്രിയിൽ ഈ ശബ്ദം കേൾക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിലെവിടെയോ ഒരു ചെറിയ അസ്വസ്ഥത നിങ്ങൾ ചുമക്കുന്നുണ്ടാകാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് താങ്കളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ താങ്കളുടെ മുറിയിലെ ഒരു പ്രത്യേക വസ്തുവെക്കുറിച്ചാണ്. താങ്കളുടെ വാർഡ്രോബിന് മുകളിലോ കട്ടിലിനടിയിലോ പൊടിപിടിച്ച് കിടക്കുന്ന ഒരു വലിയ ലഗേജ് ബാഗുണ്ടോ? വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തിരിച്ചു പോകേണ്ടി വന്നാൽ എടുക്കാമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ച ഒരു പെട്ടി? ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ ആ പെട്ടി അവിടെ വെച്ചത് വെറുമൊരു യാത്രയ്ക്ക് വേണ്ടിയാണോ, അതോ താങ്കളുടെ യഥാർത്ഥ ജീവിതം തന്നെ താങ്കൾ ആ പെട്ടിക്കുള്ളിൽ പൂട്ടിവച്ചിരിക്കുകയാണോ? പല വിദേശ മലയാളികളും ചെയ്യുന്ന ഒരു വിചിത്രമായ കാര്യമുണ്ട്. നമ്മൾ പുതിയൊരു നാട്ടിലെത്തുമ്പോൾ നമ്മളോട് തന്നെ ഒരു രഹസ്യം പറയും. ഇത് എൻ്റെ യഥാർത്ഥ ജീവിതമല്ല, ഇതൊരു താൽക്കാലിക താവളം മാത്രമാണ്. എൻ്റെ യഥാർത്ഥ ജീവിതം അത് ഞാൻ ജനിച്ച നാട്ടിലാണ്. ഞാൻ അങ്ങോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ആ ജീവിതം വീണ്ടും തുടങ്ങും. കാനഡയിലെ മരവിക്കുന്ന തണുപ്പിൽ നിൽക്കുമ്പോഴും, ഓസ്ട്രേലിയയിലെ കടൽ തീരത്ത് നടക്കുമ്പോഴും, ദുബായിലെ കൊടും ചൂടിൽ നിന്ന് വിയർക്കുമ്പോഴും നമ്മൾ പറയും, ഇതൊന്നും എൻ്റേതല്ല, ഞാനൊരു വെറും സന്ദർശകൻ മാത്രമാണ്. പക്ഷേ ഈ താൽക്കാലികമായി ജീവിക്കുക എന്ന ചിന്ത നമ്മളോട് ചെയ്യുന്ന ക്രൂരത എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇന്നിൽ ജീവിക്കില്ല. നമ്മൾ നാളേക്ക് വേണ്ടി മാത്രമായി ജീവിക്കും. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് പ്രവാസത്തിലെ 10 വർഷങ്ങൾ കടന്നു പോകുന്നത്. ആ 10 വർഷവും നമ്മൾ ജീവിച്ചത് ഒരു വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു മാത്രമായിരിക്കും. ഈ കൺസെപ്റ്റിനെ സൈക്കോളജിയിൽ അറൈവൽ ഫാലസി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജീവിതം മാറ്റിവെക്കൽ രോഗമെന്നും. ഇന്ന് ഉത്സവത്തിൽ നമ്മൾ തിരയാൻ പോകുന്നത് ഈ ശീലത്തെയാണ്. എന്തിനാണ് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ ഭാവിയിലേക്ക് പണയം വയ്ക്കുന്നത്? നമുക്കൊന്നിച്ചു ചിന്തിക്കാം. ഒരു സുഹൃത്തിനെ പോലെ, ഒരു സഹോദരനെ പോലെ താങ്കളുടെ ഒപ്പമിരുന്നു. ഉത്സവത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രവാസി. ഈ റേഡിയോ, ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളിവിടെ സംസാരിക്കുന്നത് മുഖംമൂടികളില്ലാത്ത മനുഷ്യരെക്കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിലെ അല്ലെങ്കിൽ എയർപോർട്ടിലെ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ടുണ്ടോ? അവിടുത്തെ കസേരകൾ എത്ര ആഡംബരമുള്ളതാണെങ്കിലും നമ്മൾ അവിടെ എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കാൻ മാത്രമേ നോക്കൂ. കാരണം നമ്മുടെ മനസ്സ് അവിടെയല്ല. നമ്മുടെ മനസ്സ് നമ്മൾ പോകേണ്ട ട്രെയിനിലോ ഫ്ലൈറ്റിലോ ആയിരിക്കും. നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഈ വിദേശ ജീവിതം ഒരു വെയിറ്റിംഗ് റൂമാക്കി മാറ്റിയിട്ടുണ്ടോ? നമ്മൾ ഓടാൻ തുടങ്ങിയത് ഓർമ്മയുണ്ടോ? ആദ്യം വിചാരിച്ചു ഒരു ജോലി കിട്ടട്ടെ, എന്നിട്ടാകാം സമാധാനം. പിന്നെ വിചാരിച്ചു എൻ്റെ ബാധ്യതകൾ തീരട്ടെ, എന്നിട്ടാകാം സമാധാനം. പിന്നെ വിചാരിച്ചു കുറച്ചും കൂടി നല്ലൊരു ജോലി കിട്ടട്ടെ, എന്നിട്ടാവാം ഒന്ന് സമാധാനിക്കുന്നത്. ഇപ്പോൾ അതെല്ലാം കിട്ടി. പക്ഷേ മനസ്സിപ്പോഴും പറയുന്നത് എന്താണ്? കുട്ടികളുടെ പഠനം കഴിയട്ടെ, എന്നിട്ട് നാട്ടിലൊരു വീട് വെച്ച്
സമാധാനമായി ജീവിക്കാം. നിങ്ങളിത് ശ്രദ്ധിച്ചോ? സമാധാനമായി ജീവിക്കാം എന്ന ആ വാചകം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിലാണ് ഉള്ളത്. അതിന് തൊട്ട് മുൻപ് വരെ എപ്പോഴും ഒരു നിബന്ധനയുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട്, മെൽബണിലാണ്. വലിയൊരു വീടുണ്ട്, നല്ല ശമ്പളമുണ്ട്. പക്ഷേ അവൻ്റെ വീട്ടിൽ ചെന്നാൽ ഒരു പ്രത്യേകത കാണാം. അവൻ ലിവിംഗ് റൂമിൽ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളോ ഫ്രെയിമുകളോ ഒന്നും ചുവരുകളിൽ തൂക്കിയിട്ടില്ല. ഞാനൊരു ദിവസം ചോദിച്ചു, എന്താടാ ഇതൊന്നും വാങ്ങി വെക്കാത്തത്? നിനക്ക് പണമില്ലാഞ്ഞിട്ടാണോ, അതോ നിനക്ക് വേറെന്തെങ്കിലും രോഗമുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അതല്ല, നമ്മൾ എന്നെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതല്ലേ, പിന്നെ എന്തിനാ ഇവിടെ ഇതൊക്കെ വലിച്ചു വാരി വെക്കുന്നത്? ഇത് വെറുമൊരു താൽക്കാലിക അറേഞ്ച്മെൻറ്റ് മാത്രമല്ലേ. അവനത് പറയുമ്പോൾ അവൻ്റെ പ്രവാസ ജീവിതം ഏതാണ്ട് 12 വർഷം പിന്നിട്ടിരുന്നു. 12 വർഷമായി അവൻ ജീവിക്കുന്നത് ഒരു താൽക്കാലിക വാടക വീട്ടിലാണെന്ന മാനസികാവസ്ഥയിലാണ്. അവൻ തൻ്റെ സമ്പാദ്യം മുഴുവൻ നാട്ടിലേക്ക് അയക്കുന്നു. നാട്ടിലൊരു വലിയ കൊട്ടാരം പോലുള്ള വീട് പണിയുന്നുണ്ട്. ആ വീട് വർഷത്തിൽ 14 ദിവസം മാത്രം തുറക്കുന്ന ഒന്നാണ്. ബാക്കി 350 ദിവസവും അവൻ ജീവിക്കുന്നത് എവിടെയാണ്? ഒരു താൽക്കാലിക മനസ്സിനുള്ളിൽ. ഇതാണ് വിദേശ മലയാളികളുടെ ഏറ്റവും വലിയ ട്രാപ്പ്. നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെ, നമ്മൾ കാണുന്ന മനുഷ്യരെ, നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ നമ്മൾ സ്നേഹിക്കില്ല. കാരണം നമ്മൾ എപ്പോഴും മറ്റൊരു സ്വപ്നലോകത്താണ്. പക്ഷേ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഓർക്കുക, നിന്റെ യഥാർത്ഥ ജീവിതം നാളെയല്ല, അത് ഇന്നാണ്, ഈ നിമിഷമാണ്. നമുക്ക് ദീപുവിൻ്റെ കഥ കേൾക്കാം. പലരുടെയും ജീവിതങ്ങളിൽ നിന്ന് കോർത്തുവച്ച ഒരു പ്രവാസി ചിത്രം. ദീപു UK എത്തിയിട്ട് 7 വർഷമായി. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിൻ വിഭാഗത്തിലാണ് ജോലി. അവൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ അവൻ്റെ അമ്മ അവനൊരു ചെറിയ തടിയുടെ പെട്ടി തന്നുവിട്ടു. അതിൽ കുറച്ച് പഴയ നാണയങ്ങളും അമ്മയുടെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, ഡാ, സങ്കടം വരുമ്പോൾ ഇത് നീ തുറന്നു നോക്കണം. ദീപു ആ പെട്ടി തൻ്റെ റൂമിലെ മേശപ്പുറത്ത് വെച്ചു. ആദ്യത്തെ 2 വർഷം അവൻ കഠിനമായി അധ്വാനിച്ചു. ഷിഫ്റ്റുകൾ മാറി മാറിയെടുത്തു. അവൻ്റെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: നാട്ടിലെ കടങ്ങൾ തീർക്കുക, അനിയത്തിയുടെ കല്യാണം നടത്തുക. അവൻ ലണ്ടൻ നഗരം കാണാൻ പോയില്ല. സുഹൃത്തുക്കൾ പാർക്കിൽ പോകുമ്പോൾ അവൻ ഓവർ ടൈം ചെയ്തു. അവൻ പറയും, എനിക്കിതൊന്നും കാണേണ്ട, എനിക്കെൻ്റെ ജീവിതത്തിലെ കടങ്ങൾ തീർത്താൽ മാത്രം മതി. 5 വർഷം കൊണ്ട് അവൻ കടമെല്ലാം തീർത്തു. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഒരു ദിവസം അവൻ ആ തടിയുടെ പെട്ടി തുറന്നു. ഉള്ളിലെ അമ്മയുടെ ഫോട്ടോ നോക്കി. അമ്മയ്ക്ക് ഒത്തിരി പ്രായമായിരിക്കുന്നു. പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത വന്നു. അവൻ കഴിഞ്ഞ 5 വർഷമായി ഒരു നല്ല വസ്ത്രം പോലും വാങ്ങിയിട്ടില്ല. നല്ലൊരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അവൻ്റെ എല്ലാ ഓർമ്മകളും വെറും ഹോസ്പിറ്റൽ ചുവരുകൾ മാത്രമാണ്. അവൻ ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ലണ്ടനിലെ ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾ പെയ്യാൻ നിൽക്കുന്നു. അവൻ സ്വയം ചോദിച്ചു, ഞാൻ ഈ 5 വർഷം ശരിക്കും ജീവിച്ചിരുന്നോ, അതോ ഞാൻ വെറുമൊരു മെഷീനായിരുന്നോ? അവൻ വിചാരിച്ചത് കടം തീരുമ്പോൾ തനിക്ക് പെട്ടെന്ന് സന്തോഷം വരും എന്നാണ്. പക്ഷേ കടം തീർന്ന ദിവസം അവന് തോന്നിയത് സന്തോഷമല്ല, വലിയൊരു തളർച്ചയായിരുന്നു. കാരണം അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ്റെ മനസ്സിനറിയില്ലായിരുന്നു. അവൻ തൻ്റെ ജീവിതം ഒരു പോസ് ബട്ടൺ അമർത്തി വെച്ചിരിക്കുകയായിരുന്നു. കടം തീരുമ്പോൾ പ്ലേ ചെയ്യാം എന്ന് കരുതി. പക്ഷേ സമയം അതാർക്കും വേണ്ടി പോസ്റ്റ് ചെയ്യില്ലല്ലോ. ചിലർ നാടുവിടുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ വിദേശത്തെത്തിക്കഴിഞ്ഞാൽ അവർ ജീവിക്കാൻ മറന്നുപോകും. അവർ വെറും സമ്പാദ്യക്കാരായി മാറും. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ, നിങ്ങൾ എപ്പോഴാണ് അവസാനമായി നിങ്ങളുടെ ഈ നഗരത്തെ
സ്നേഹത്തോടെ നോക്കിയത്? ഇവിടെയുള്ള കാറ്റും ഇവിടുത്തെ മഴയും ഇവിടുത്തെ മനുഷ്യരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിനെ താൽക്കാലികമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. മനഃശാസ്ത്രത്തിൽ ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ തലച്ചോറിന് ഇന്ന് മാത്രമേ അറിയൂ. നാളെ എന്നത് മനസ്സ് നിർമ്മിക്കുന്ന ഒരു മിഥ്യാധാരണ മാത്രമാണ്. നിങ്ങൾ ഇന്ന് സമാധാനമായിരിക്കാൻ പഠിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾ എത്ര വലിയ കൊട്ടാരത്തിൽ ചെന്നിരുന്നാലും നിങ്ങളുടെ മനസ്സ് അവിടെയും അസ്വസ്ഥമായിരിക്കും. കാരണം അസ്വസ്ഥത എന്നത് നിങ്ങളുടെ ചുറ്റുപാടിലല്ല, അത് നിങ്ങളുടെ ശീലമാണ്. പലരും പറയാറുണ്ട്, ചേട്ടാ എൻ്റെ ഈ ടാസ്ക് ഒന്ന് കഴിയട്ടെ, ഞാൻ മനസ്സ് തുറന്നു ചിരിക്കാം. പക്ഷേ ആ ടാസ്ക് കഴിയുമ്പോഴോ പുതിയൊരു ഉത്തരവാദിത്വം വരും. ജീവിതം നിങ്ങളെ ഒരിക്കലും ഫ്രീ ആക്കി തരില്ല. ജീവിതം എപ്പോഴും അതിൻ്റെ തിരക്കുകളുമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ നാളെ എന്ന രോഗം കൂടുന്നത്. അവൻ കാനഡയിൽ പുതിയ കാർ വാങ്ങി, ഞാൻ ഇപ്പോഴും പഴയ വണ്ടിയിലാണ്, എന്നാൽ പിന്നെ പുതിയ കാർ വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ നമ്മൾ ഓരോ ലക്ഷ്യങ്ങൾ ഫ്രെയിം ചെയ്തു വെക്കുന്നു. പക്ഷേ ഇതൊന്നും മനസ്സിൽ ഓർക്കുക, വിജയമെന്നത് നാളെ എത്തുന്ന ഒരു സ്റ്റേഷനല്ല, അത് ഈ യാത്രയിലെ ഓരോ നിമിഷങ്ങളുമാണ്. നിങ്ങളിപ്പോൾ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആവട്ടെ അല്ലെങ്കിൽ ഒരു ചായ ആവട്ടെ, അത് പകുതി മനസ്സോടെ ഒരിക്കലും കുടിക്കരുത്. നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനോട് നാടിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ നിൽക്കുന്ന ഈ മണ്ണിൽ നിങ്ങളുടെ വേരുകൾ ആഴ്ത്താൻ ശ്രമിക്കൂ. ഇത് നിങ്ങളുടെ താൽക്കാലിക താവളമല്ല, ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ഈ താൽക്കാലിക ജീവിതത്തിൻ്റെ കെണിയിൽ നിന്ന് നമുക്കെങ്ങനെ രക്ഷപ്പെടാം? വളരെ ലളിതമായ 3 കാര്യങ്ങൾ ഞാൻ ഇന്ന് താങ്കൾക്ക് തരികയാണ്. 1, നിങ്ങളുടെ മുറി മനോഹരമാക്കും. കണ്ടിട്ടുണ്ടോ ചില വ്യക്തികളുടെ റൂമിലോട്ട് പോകുമ്പോൾ അവിടെ മുഴുവൻ LED ബൾബുകളും ലൈറ്റുകളുമായിട്ട് ഭയങ്കര നോയ്സ് ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ ആ നിമിഷം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തു എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം. നിങ്ങളിത് വാടക വീടാണെന്ന് കരുതി ജീവിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഈ ചെറിയ മാറ്റം വരുത്തൂ. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ചെടിയോ നല്ലൊരു ചിത്രമോ അവിടെ വയ്ക്കാൻ നോക്കൂ. ഞാൻ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താനുള്ള ആദ്യത്തെ ചുവടാണിത്. 2, നാളെ എന്ന വാക്ക് മാറ്റിവെക്കൂ. നാളെ നാട്ടിൽ പോയിട്ട് ചെയ്യാം എന്ന് കരുതുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ടാകും. നല്ലൊരു വസ്ത്രം ധരിക്കുക, ഒരു സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം സന്ദർശിക്കുക. അത് ഈ ആഴ്ച തന്നെ താങ്കൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3, ഒരു പ്രവാസി ഡയറി എഴുതൂ. നിങ്ങൾ വിദേശത്ത് അനുഭവിക്കുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ചും നിങ്ങൾ കാണുന്ന പുതിയ കാഴ്ചകളെക്കുറിച്ചും എഴുതി വയ്ക്കൂ. അത് നാളെ നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഓർത്തു ചിരിക്കാനുള്ള വലിയൊരു നിധിയായിരിക്കും. അത് നിങ്ങളുടെ പ്രവാസകാലത്തെ വെറുമൊരു കറുത്ത അധ്യായമായിരിക്കില്ല. ഞാൻ പറയാം. ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ താങ്കളോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആയുസ്സിൻ്റെ പകുതി കാലവും ഒരു പെട്ടിക്കുള്ളിൽ ജീവിക്കുന്നതെന്ന്? കാരണം നമ്മുടെ ഭയമാണ്. നമ്മൾ ഈ നാടിനെ സ്നേഹിച്ചാൽ, ഇവിടുത്തെ മനുഷ്യരെ സ്നേഹിച്ചാൽ, ഒരു ദിവസം ഇതെല്ലാം വിട്ടുപോകേണ്ടി വരുമ്പോൾ വീണ്ടും സങ്കടപ്പെടുമോ എന്ന ഭയം. അതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ഉള്ളിലൊരു മതിൽ കെട്ടുന്നു. ഞാൻ ആരെയും സ്നേഹിക്കില്ല, ഈ നാടിനെ എൻ്റേതാക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നു. പക്ഷേ സ്നേഹിത, ഒരു വാതിൽക്കൽ വന്ന് നിന്ന് ഞാൻ ഉള്ളിലേക്ക് കയറില്ല, ഞാൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാമെന്ന് പറയുന്ന
ഒരാളുടെ അവസ്ഥ എത്ര ദയനീയമാണ്. അയാൾക്ക് പുറത്തെ തണുപ്പുമേൽക്കും, ഉള്ളിലെ ചൂടും കിട്ടില്ല. നമ്മുടെ പ്രവാസ ജീവിതം പലപ്പോഴും ആ വാതിൽക്കൽ നിൽക്കലാണ്. നാട്ടിലെ ഓർമ്മകൾ നമ്മെ പിന്നോട്ട് വലിക്കുന്നു, വിദേശത്തെ യാഥാർത്ഥ്യം നമ്മെ മുന്നോട്ട് തള്ളുന്നു. നമ്മളതിൻ്റെ നടുവിൽ കിടന്ന് ശ്വാസം മുട്ടുന്നു. ഒരു ദിവസം താങ്കളുടെ പ്രവാസം അവസാനിക്കും. താങ്കൾ ആ വലിയ ലഗേജ് ബാഗും പൂട്ടി നാട്ടിലേക്ക് വിമാനം കയറും. നാട്ടിലെത്തി ആ വലിയ കൊട്ടാരത്തിൽ താങ്കൾ താമസമാക്കും. പക്ഷേ ഒരു വൈകുന്നേരം ആ ചാവടിയിലിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പെട്ടെന്നൊരു കാര്യമോർക്കും. നിങ്ങൾ UK-യിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ദുബായിലോ കളഞ്ഞു പോന്ന ആ വൈകുന്നേരങ്ങളെക്കുറിച്ച്, അവിടുത്തെ ശാന്തമായ തെരുവുകളെക്കുറിച്ച്, നിങ്ങൾ ജീവിക്കാൻ മറന്നുപോയ ആ 10-20 വർഷങ്ങളെക്കുറിച്ച്. അന്ന് ആ കൊട്ടാരത്തിലിരുന്ന് നിങ്ങൾ ഉച്ചത്തിൽ കരയും. കാരണം അന്ന് നിങ്ങൾ തിരിച്ചറിയും, ഞാനെന്ന് വിചാരിച്ചത് എൻ്റെ ജീവിതം നാട്ടിലെന്നാണ്. പക്ഷേ എൻ്റെ ജീവിതം ഞാൻ ആ വെയിറ്റിംഗ് റൂമിൽ തന്നെയാണ് കളഞ്ഞു പോകുന്നത്. ഈ ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ലോകത്തിൻ്റെ ഏത് കോണിലായാലും, മഞ്ഞു പെയ്യുന്ന നാട്ടിലാണെങ്കിലും മണലാരണ്യത്തിലാണെങ്കിലും, നിങ്ങൾ നിൽക്കുന്ന ഇടമാണ് നിങ്ങളുടെ ഇന്നത്തെ ജീവിതം. അതിനെ പൂർണ്ണമായി ജീവിക്കുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കണ്ണുകളടച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ വെയിറ്റിംഗ് റൂം ഒന്ന് തുറന്നിടൂ, അല്ലെങ്കിൽ ഒന്ന് തുറന്നു നോക്കൂ. എന്നിട്ട് ആ ചാരുകസയിലിരിക്കുന്ന നിങ്ങളോട് തന്നെ പറയൂ, മതി, ഇനി കാത്തിരിക്കേണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ ജീവിച്ചു തുടങ്ങാം. ഈ വീഡിയോയുടെ കമൻറ്റിൽ ഒരു വരി മാത്രം എഴുതൂ, ഞാൻ ഇന്നിൽ ജീവിക്കും. കാരണം ആ വാക്ക് നിങ്ങൾ എനിക്ക് തരുന്ന ഉറപ്പല്ല, നിങ്ങളുടെ ആയുസ്സിന് നിങ്ങൾ തന്നെ കൊടുക്കുന്ന ഉറപ്പാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധരിക്കപ്പെട്ട, നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു വികാരത്തെക്കുറിച്ചാണ്: ഒറ്റപ്പെടൽ. ആയിരക്കണക്കിന് ആളുകൾക്ക് നടുവിൽ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്രയധികം ഏകാന്തത തോന്നുന്നത്? അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അതുവരെ സുഹൃത്തെ, ഓടുക താങ്കളുടെ സ്വപ്നങ്ങൾക്കായി. പക്ഷേ ഇടയ്ക്കൊന്ന് നിൽക്കാനും ജീവിക്കാനും മറക്കരുത്. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രവാസി. നമസ്കാരം.